ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചയ്ക്ക് ഉപ്പേരിക്ക് ഞാൻ ലേശം പീച്ചിങ് അല്ലേ, അതിൻ്റെ ഒരു മെഴുക്ക് പുരട്ടി പോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് വെറുതെ പച്ചമുളകും ചീകിയിട്ടിട്ടുണ്ടല്ലോ. നല്ലതാണല്ലോ, ശരീരത്തിന് നല്ലതല്ലേ. അപ്പം ഞാനും നല്ല ആരുള്ള ഇതല്ലേ പീച്ചിങ് പറഞ്ഞാൽ, അപ്പം അതിൻ്റെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനിതാ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് അരിയട്ടെ. എൻ്റെ ട്രൈപോഡിന് എന്തോ ഒരു കുഴപ്പം, അപ്പോൾ അത് ഫോണ് അതിൽ വയ്ക്കുമ്പോൾ അത് അഴ വീണു വന്നു. ഇത് കൈ പിടിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ. ഇപ്പോൾ തന്നെ ഞാനൊരു ഉപ്പേരിക്ക് വെച്ചതാട്ടോ, പീച്ചിങ്ങേൻ്റെ ഉപ്പേരി. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിട്ട് പിന്നെന്താണ് ഒരു പച്ചമുളകും കീറിയിട്ട് അത്ര തന്നെ ഉള്ളൂ. ഇനി അടച്ചൊന്ന് വേവിച്ചേക്കാം. ഓൾറെഡി പീച്ചിങ്ങേൽ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ നല്ലോണം പീച്ചിങ് ഓൾറെഡി ഒരു വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതാ ഞാൻ ഇവിടെ നല്ല ചൂടാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ABC ജ്യൂസ് ഉണ്ടാക്കുക കേട്ടോ. കാരണം ഇപ്പം ശരീരത്തിനും നല്ലതാണ്. ഈ പീരീഡ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ എന്താ പറയുക, നല്ല ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നല്ലതാണ്, കുട്ടികൾക്കായാലും നമ്മൾക്കായാലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് കുടിച്ചാൽ നല്ലതാട്ടോ. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ ഈ സമയത്ത് ഉണ്ടാക്കിയിട്ട് കുടിക്കാറുണ്ട്. മോൾക്കും കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കട്ടെ. ആപ്പിളിൻ്റെ തൊലി ചെത്തിയിട്ട് വേണം കേട്ടോ ഇവിടെ. അപ്പോൾ ഈ തൊലി ചെത്തുന്ന ഇതുണ്ടായിരുന്നു, ഇങ്ങനെ വലിക്കുന്ന അത് അന്ന് നാട്ടിൽ പോയ സമയത്ത് നമ്മൾ ട്രെയിനിലല്ലേ പോയത്. അപ്പോൾ ട്രെയിനിൽ നിന്ന് കക്കരിയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലെടുത്തിട്ട് നാട്ടിൽ തന്നെ ഇട്ടിട്ട് പോകുന്നു. ഇവിടെ പഴയതൊന്നും ഉണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെ അങ്ങനെ എടുക്കാൻ ഈ എന്താ പറയുക, കക്കരിയൊക്കെ ആക്കാൻ സുഖമെന്ന് മാത്രം. ഇങ്ങനത്തെ ആപ്പിളൊക്കെ ആക്കാൻ എനിക്ക് ലേശം ബുദ്ധിമുട്ടത്. മറ്റേതാകുമ്പോൾ നല്ല സുഖമല്ലേ. ഇങ്ങനെ ഫീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്യാരറ്റ് ആക്കാൻ നല്ല സുഖം കേട്ടോ. വേഗം വരും. ബീട്രൂട്ട് അങ്ങനെയുള്ളതൊക്കെ ആക്കുമ്പോഴാണ് പണി. അതാ ചെറിയൊരു ബീട്രൂട്ട് എടുത്ത് ഇതാ അടിച്ച അപ്പം തന്നെ ഇത് കുടിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് സമയം വെക്കുമ്പോൾ അത് അതിൻ്റെ എല്ലാ ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെടുമല്ലോ. അപ്പം നമുക്കത് അത്ര കുടിക്കാൻ തോന്നും. ഇത് എല്ലാവർക്കും നല്ലതാണ്, ഹെൽത്തിന് ഏറ്റവും നല്ലതല്ലേ. ബീട്രൂട്ടൊക്കെ പൊതുവേ നല്ല കാര്യമില്ല, ബ്ലഡിനൊക്കെ ആയാലും ഇല്ല. ബ്ലഡിന് എന്താ പറയുക, ഈ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടിക്ക്. പിന്നെ ബീട്രൂട്ടിൻ്റെ പച്ചടി അതെൻ്റെ മോനാണ് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങിയിട്ടേ ഭയങ്കര ഇങ്ങനെ എടുക്കാൻ പാടാണ്. ഇതൊക്കെ ഇങ്ങനെ ചെത്തിക്കളയാൻ. ഇത് ഒന്ന് കഴുകി വരാം. ഇങ്ങനെ പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ്. അപ്പോൾ ഇത് നമുക്ക് മൂന്നും ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതിപ്പോൾ എന്താ പറയുക, ഞാൻ ട്രൈപോഡ് എന്തോ ഒരു കുഴപ്പം വന്നതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റേതായ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉപ്പേരി വെച്ചല്ലേ, ഇതാ കണ്ടോ, ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ലേ. അപ്പോൾ ഇത് അതിൽ നല്ല വെള്ളം വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇത് നല്ലതാട്ടോ. പിന്നെ നമ്മുടെയൊക്കെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പീച്ചിങ്ങ. നല്ല നാര് അടങ്ങിയതായതുകൊണ്ട്. അപ്പോൾ ഇത് വെള്ളം വറ്റാൻ അതിനകത്ത് ഇപ്പോൾ കുറച്ചൊന്ന് ഗ്യാസ് ഞാട്ടി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഈ വെള്ളം ഇതാ ഇത്രയും വെള്ളമുണ്ട്. ഞാൻ ഒരു തുള്ളി വെള്ളം ഞാൻ ചേർക്കാത്തതാണ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ ഈ മെഴുക്ക് പുരട്ടി
റെഡിയായി കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒന്ന് വറ്റട്ടെ, നമുക്ക് ഈ ജ്യൂസ് അടിച്ചെടുക്കാം. ഒന്നും കൂടെ ഉപ്പേരി ഇതാ ഞാൻ തുറന്ന് വെച്ചതാണ്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. വറ്റി ഇങ്ങനെ കുറച്ചൊരു വെള്ളം പോലെ ഉണ്ടാവും ഇതിൽ. ഇനി ചട്ടിയിൽ വെച്ചിട്ട് ഒന്നും കൂടെ ആയിക്കോളും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഉറ്റിക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഉറ്റിക്കണ വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഈ ഇങ്ങനെയുള്ള ഉപ്പേരികളിലൊക്കെ ഞാൻ കഴിയുന്നതും ഞാൻ ഇതാണ് ഉപയോഗിക്കുക. മറ്റേ കറി വറവിടാനൊക്കെയാണ് മറ്റേത്. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അത് കുറച്ചിട്ട്, മറ്റേ ഓയിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര പ്രശ്നമാണെന്നല്ലേ പറയണം. അപ്പോൾ എനിക്കാണെങ്കിൽ തടി കൂടിയതുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്. നാട്ടിൽ പോയി ചക്കയും മാങ്ങയൊക്കെ നല്ല തീറ്റയായിരുന്നു. അപ്പോൾ എന്നും ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ചക്കയൊക്കെ കൂടി തിന്നപ്പം ഒന്നും കൂടെ തടിയായി. ചോറും മീനും കണ്ടാൽ പിന്നെ ഞാൻ അവിടെ വീണു. അപ്പോൾ അതൊക്കെ കൂടി കഴിച്ചിട്ട് നല്ലോണം, ഞാൻ മാത്രമേ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് അങ്ങോട്ട് വന്നത്. ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചേട്ടൻ വെയിറ്റ് കുറയും, ഞാനാണ് ഒട്ടും വെയിറ്റ് കുറയാത്തത്. അപ്പോൾ അത് വെളിച്ചെണ്ണയൊക്കെ ഒറ്റിച്ചതാ കണ്ട വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ചട്ടി നല്ല ചൂടുള്ളതല്ലേ, ഗ്യാസ് ഓഫ് ചെയ്ത് അതിൽ കിടന്നിട്ട് ആ വെള്ളം വറ്റിക്കൊള്ളൂ. അപ്പം നിമ്പ് അരച്ച് വെക്കാം. അപ്പോൾ അതിന് ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അതിലിതാ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് പിന്നെ അങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ഇത് കണ്ടോ, അങ്ങനെ ഉണ്ടാവും. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല ഇങ്ങനെ ഒരു തിക്കായിട്ടുണ്ടല്ലോ. അങ്ങനെ ഇവിടെ എനിക്കും ഇഷ്ടമില്ല, മോക്കും ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം പോലെ ആകുമ്പോഴാണ് പിന്നെ എന്താ പറയുക, ഒരു കുടിക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമുക്കൊരു പിന്നെയും കുടിക്കാൻ തോന്നും. ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അധികം അങ്ങനെ കുടിക്കാൻ പറ്റൂല. അങ്ങനെ കുടിക്കുന്നവരുണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. ശരീരത്തിന് നമുക്ക് ഒന്നും വേസ്റ്റാക്കി കളയുന്നില്ലല്ലോ, എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് തന്നെയല്ലേ പോണത്. അപ്പം എനിക്കിത് ഇങ്ങനെ കുടിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കാത്തത്. എന്നിട്ടത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. നമുക്കിന്ന് ചീര താളിക്കുക. സിമ്പിളായിട്ട് നമുക്കിപ്പോൾ കറി വയ്ക്കാനൊന്നും പ്രത്യേകിച്ച് തേങ്ങ അങ്ങനെയൊന്നും ഇല്ല ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചീര താളിപ്പാട്ടോ. അത് കഞ്ഞിവെള്ളം കൊണ്ടാണ് സാധാരണ പിന്നെ ചീര താളിക്കുക. പക്ഷേ കഞ്ഞിവെള്ളം ഇല്ലെങ്കിലും നമുക്ക് ചീര താളിക്കുക കേട്ടോ. അപ്പം നമുക്കിതാ ഇന്നൊരു പെട്ടെന്ന് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചീര താളിപ്പ്. മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് ചീരയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊരു താളിപ്പ് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ചീര താളിപ്പ്. ചീര നന്നായിട്ട് കഴുകിയിട്ട് വെച്ചതാണ്. ഇനി അതിലേക്ക് വേണ്ടതാ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചട്ടിയിലാണ് ഞാനിന്ന് ഈ ചീര താളിക്കുന്നത്. അപ്പോൾ ചട്ടി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് കുറച്ച് നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൽ കടുകൊന്നും ഇടൂല, നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇടുക. അപ്പോൾ നമുക്കിതാ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയിലേക്ക് ഇട്ടിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ. 1-2 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായതുകൊണ്ട് ഇതാ ചെറിയ ഉള്ളി, നന്നായിട്ടൊന്ന് ഇറക്കി കൊടുത്തിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. ഇത് എല്ലാവർക്കൊന്നും ഈ കറികൾ ഇത് ഇഷ്ടപ്പെട്ടില്ലാം വരും. ഈ ഞങ്ങളുടെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്കൊക്കെ താളിപ്പ് കറി മിക്ക വീടുകളിലും ഉണ്ടാവും കേട്ടോ. മുരിങ്ങയില താളിച്ചത്, ഈ കുമ്പളം താളിച്ചത് ഒക്കെ അല്ലേ, അങ്ങനത്തെ താളിപ്പ് കറി ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു സിമ്പിൾ കറിയാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കും. അപ്പം ഇവിടെ ഡൽഹിയിൽ വന്നപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് ചൂടത്തൊക്കെ ഈ തേങ്ങ അരച്ച കറിയൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ നമുക്കത് പറ്റൂല. അപ്പം നമുക്ക് ഈ താളിപ്പം കറിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റും. മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ വേഗം മടുക്കും. ഇതാകുമ്പോൾ അങ്ങനെ മടുക്കൂല. ഇപ്പോൾ താളിപ്പ് കറിയാണ്.
നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ, നല്ലതാണ്. ഇതിപ്പോൾ ചീര ഉണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല, ചീരയൊക്കെ ഉപ്പേരി വെച്ചാൽ കഴിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് താളിപ്പ് കറി ഉണ്ടാക്കിയിട്ട് ചോറ് നന്നായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കൂലേ, അങ്ങനെ ചോറ് നന്നായിട്ട് ഇങ്ങനെ അളിപിളിയാക്കുക എന്ന് പറയും ഞങ്ങളവിടെയൊക്കെ. അങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കുകയും ചെയ്യാം, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ അതാ ഒരു നല്ല ബ്രൗൺ അല്ല, ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഒരു ഉള്ളി മൂക്കുന്ന വരെ. അതങ്ങനെ ഒരു മൂപ്പിൽ ഇങ്ങനെ മൂക്കുമ്പോൾ സാധാരണ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളമാണ് ഒഴിക്കേണ്ടത്. കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി എടുത്തു വയ്ക്കാൻ. അപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ് പച്ചവെള്ളം കേട്ടോ എടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കുക. ഇതൊന്ന് തിളക്കട്ടെ, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതായി അരിഞ്ഞ് വെച്ച 2 പച്ചമുളക് ഉണ്ട്, അതും കൂടെ ഇതിലിടുക. അപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ കഴുകി വെച്ച ചീര ഇല്ലേ, അത് ഞാനൊരു 2 ഇങ്ങനെ ചെറുതായിട്ടൊരു ഇങ്ങനെ പിച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കത്രിക വെച്ചിട്ട് ഞാനൊന്ന് നടു മുറിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ചെറുതാക്കി അരിയൊന്നും വേണ്ട. അപ്പം നമുക്ക് ഈ ചീര ഇതിലേക്ക് ഇടാം. അതിടുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇതാ എന്നിട്ട് നമുക്കിതൊന്ന്, ചീരയ്ക്കൊന്നും അധികം വേവില്ലല്ലോ, അപ്പോൾ ഇതൊന്നും ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പെട്ടെന്നായി കിട്ടും. ഇതിൻ്റെ കളറൊക്കെ ഉണ്ടാകും. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ ഒരുപാട് കൊണ്ടുപോയതാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ തോരനായാലും ഇങ്ങനെ താളിപ്പ് കറി ആയാലും ഒക്കെ. ഒരുപാട് വെള്ളത്തിൽ വെക്കരുത്, കുറച്ച് വെള്ളത്തിലേ വെക്കാവൂ. അപ്പോൾ കുറച്ച് കറികളുടെയൊക്കെ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ താളിച്ച ഒരു ടേസ്റ്റാണല്ലോ. അതിൻ്റെ കൂടെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഒരു ഉണക്കമീൻ വറുത്തതും ഈ ഒരു ചീര താളിച്ചതും ഉണ്ടെങ്കിൽ പപ്പടം, അപ്പം പിന്നെ പപ്പടത്തിൻ്റെ ആവശ്യമേ ഇല്ലേ. ഇത് നല്ല രസമാണ്. ഇതിങ്ങനെ താളിച്ച് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. ഒന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ പാകം. അപ്പോൾ ഇതിങ്ങനെ നല്ല കളറുള്ള ചീരയാണെങ്കിൽ നമ്മളെ ചോറൊക്കെ നല്ല ചുവപ്പ് കളറല്ലേ. ഞാനൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാകുമ്പം വീട്ടിൽ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ഇങ്ങനെ വീടുകളിൽ അമ്മ ഉണ്ടാക്കുമായിരുന്നു, ചീരയൊക്കെ കുഴിച്ചിട്ടിട്ട്. അപ്പോൾ ആ ചീര കൊണ്ടൊക്കെ ഉപ്പേരി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ താളിപ്പ് കറി. അപ്പോൾ ചോറ് ഇങ്ങനെ റെഡ് കളർ, അപ്പം അത് നല്ല രസമല്ലേ കാണാൻ തന്നെ. അപ്പം നമ്മളതാ സിമ്പിളായിട്ടുള്ള ചീര താളിപ്പ് റെഡി ആയിട്ടുണ്ട്. കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിലും താളിക്കാം. ഇങ്ങനത്തെ സിമ്പിൾ ചീര താളിപ്പ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും ഇനി മുന്നോട്ടും എല്ലാവരുടെയും ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കും. ഇപ്പം എൻ്റെ ട്രൈപോഡൊക്കെ ചീത്തയായ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും അത് എന്താണെന്നറിയില്ല, എവിടേക്കോ പൊട്ടിപ്പോയൊക്കെ ആയി. അപ്പോൾ അതൊക്കെ ഇനി മാറ്റണം. അപ്പോഴിതാ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാം ചെയ്തിട്ട് സഹായിക്കണം. താങ്ക് യു. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നോ അതൊക്കെ തന്നെയാണ് എനിക്ക് വീഡിയോ ആയിട്ട് ഇടാനുള്ളത്. അപ്പോൾ ഓരോ കുട്ടികളൊക്കെ ഇടുന്ന പോലെയുള്ള പരിപാടികളൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ ചിലപ്പോൾ ഞാൻ ഓരോന്ന് ട്രൈ ചെയ്ത്, എൻ്റെ മക്കളും എനിക്കിപ്പോൾ പറഞ്ഞു തരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇതുമിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നവരെല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ ദാ ചീരക്കറി റെഡിയായി.